ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ക്യൂയിങ് മോഡൽ ആണ്. ദാറ്റ് ഈസ് സിംഗിൾ സെർവർ വിത്ത് ഫൈനൈറ്റ് ക്യൂ ലെങ്ത്. ഫൈനൈറ്റ് ക്യൂ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം ലിമിറ്റഡ് ആണ്. ഇനി അതിന്റെ നൊട്ടേഷൻ ആണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ 1 ഡിനോട്ട് ചെയ്യുന്നത് ഇത് സിംഗിൾ സെർവർ മോഡൽ ആണ് എന്നുള്ളതിനാണ് ഈ 1 ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഇത് ഏത് ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ്, വിത്ത് ഫൈനൈറ്റ് ക്യൂ ലെങ്ത്, അതാണ് ഇവിടെ n കൊണ്ട് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ ലിമിറ്റഡ് ആണ്. അടുത്തത് വിത്ത് ഇൻഫിനിറ്റ് പോപ്പുലേഷൻ. ഇനി ഇതിന്റെ ഇക്വേഷൻസ് നമുക്കൊന്ന് നോക്കാം. പ്രോബബിലിറ്റി ഓഫ് ആൻ എംപ്റ്റി സിസ്റ്റം. ഈ പർട്ടിക്കുലർ സിസ്റ്റം എംപ്റ്റി ആവാൻ, അതായത് ഇതിൽ ഒരൊറ്റ കസ്റ്റമർ പോലും ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് എത്രയാണ്, അതിന്റെ പ്രോബബിലിറ്റി, ദാറ്റ് ഇസ് P0 is equal to 1 minus rho divided by 1 minus rho raised to n plus 1. റോ എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡഡ് ബൈ മ്യൂ ആണ്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. ഈ റോ എന്താന്നുള്ളത്, ലാംഡ എന്ന് പറയുന്നത് അറൈവൽ റേറ്റും മ്യൂ എന്ന് പറയുന്നത് സർവീസ് റേറ്റും ആണ്. നെക്സ്റ്റ്, the probability that there is n customers in the system. ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ n കസ്റ്റമേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് എത്രയാണ്? P of n is equal to lambda divided by mu raised to n into P0. അതായത് സിസ്റ്റം ഐഡിയൽ ആവാനുള്ള പ്രോബബിലിറ്റിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? റോ റേസ് ടു n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ P of n കിട്ടും. അതായത് പ്രോബബിലിറ്റി ഓഫ് n കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം കിട്ടും. അടുത്തത് ആവറേജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ സിസ്റ്റം, അതായത് ലെങ്ത് ഓഫ് ദ സിസ്റ്റം. ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ എത്ര കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഇൻക്ലൂഡിങ് ദ കസ്റ്റമർ ടു ബി സെർവ്ഡ്. അപ്പോൾ അത് LS, അത് ഡിനോട്ട് ചെയ്യുന്നത് LS വെച്ചിട്ടാണ്. LS is equal to rho into 1 minus n plus 1 into rho raised to n plus n into rho raised to n plus 1 divided by 1 minus rho into 1 minus rho raised to n plus 1. അടുത്തത് ലെങ്ത് ഓഫ് ദ ക്യൂ എന്ന് വെച്ചാൽ എന്താണ്? ലെങ്ത് ഓഫ് ദ ക്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ സർവീസ് കൊടുക്കുന്ന കസ്റ്റമറെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. നമ്മളെ വെയിറ്റിംഗ് ചെയ്യുന്ന ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്ന കസ്റ്റമറിനെ മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എത്ര കസ്റ്റമേഴ്സ് നമ്മൾ ആവറേജ് ആയിട്ട് ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ ഉണ്ടാവും. ലെങ്ത് ഓഫ് ദ ക്യൂ ഡിനോട്ട് ചെയ്യുന്നത് LQ വെച്ചിട്ടാണ്. LQ is equal to LS minus rho into 1 minus rho raised to n divided by 1 minus rho raised to n plus 1. Next, waiting time in the system. അതായത് ആവറേജ് ആയിട്ട് ഒരു പർട്ടിക്കുലർ കസ്റ്റമറിന് എത്ര ടൈം ആ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. വെയിറ്റിംഗ് ടൈം ഇൻ ദ സിസ്റ്റം നമ്മൾ WS വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. WS is equal to LS divided by length of the system divided by lambda. അടുത്തത് വെയിറ്റിംഗ് ടൈം ഇൻ ദ ക്യൂ. ഇവിടെ നമ്മൾ മുകളിലത്തെ വെയിറ്റിംഗ് ടൈം ഇൻ ദ സിസ്റ്റം എന്ന് പറയുന്നതിൽ സർവീസ് കൊടുക്കുന്ന കസ്റ്റമറിനെ ആ ടൈം, സർവീസ് കൊടുക്കുന്ന ടൈമും കൂടെ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, സർവീസ് ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. വെയിറ്റ് ചെയ്യുന്ന ടൈം, ക്യൂവിൽ വെയിറ്റ് ചെയ്യുന്ന ടൈം മാത്രമാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് WQ is equal to LQ divided by lambda. അതായത് ലെങ്ത് ഓഫ് ദ ക്യൂ ഡിവൈഡഡ് ബൈ ലാംഡ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അറ്റ് എ റെയിൽവേ സ്റ്റേഷൻ ഓൺലി 1 ട്രെയിൻ ഈസ് ഹാൻഡിൽഡ് അറ്റ് എ ടൈം. ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരൊറ്റ ട്രെയിൻ മാത്രമാണ്
ഒരു സമയത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സർവീസ് കൊടുക്കാൻ ഒറ്റ ട്രെയിനിന് മാത്രമേ പറ്റുള്ളൂ. The railway yard is sufficient only for 2 trains to wait, while other is given signal to leave the station. അതായത് ഒരു റെയിൽവേ യാർഡിൽ 2 ട്രെയിനിന് വെയിറ്റ് ചെയ്യാം, അതുപോലെ ഒരു ട്രെയിനിന് സിഗ്നൽ കൊടുക്കാം. Train arrives the station at an average rate of 6 per hour. ഒരു 6 ട്രെയിൻ ആണ് ഒരു അവറിൽ ആ പർട്ടിക്കുലർ സ്റ്റേഷനിൽ ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ ആ പർട്ടിക്കുലർ സ്റ്റേഷനിൽ അറൈവ് ചെയ്യുന്നത് 6 ട്രെയിൻ ആണ്. ഒരു അവറിൽ 6 ട്രെയിൻ അവിടെ വരുന്നുണ്ട്. ആൻഡ് ദ റെയിൽവേ സ്റ്റേഷൻ ക്യാൻ ഹാൻഡിൽ ദം ഓൺ ആൻ ആവറേജ് ഓഫ് 12 per hours. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ 12 ട്രെയിനിന് ഒരു അവറിൽ സർവീസ് കൊടുക്കാൻ പറ്റും. അതായത് ഒരു അവറിൽ 12 ട്രെയിനാണ് അവിടെ സർവീസ് കൊടുക്കാൻ പറ്റുക. Assuming Poisson arrivals and exponential service distribution, find the steady state probabilities of various number of trains in the system. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റീസ് ഓഫ് വേരിയസ് നമ്പർ ഓഫ് ട്രെയിൻസ് ഇൻ ദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഐഡിയൽ ആവാനുള്ള ചാൻസ്, അതായത് 0 ട്രെയിൻസ് ഇൻ ദ സിസ്റ്റം നമ്മൾ കണ്ടുപിടിക്കണം. there are 1 train in the system കണ്ടുപിടിക്കണം. അതുപോലെ 2 trains in the system കണ്ടുപിടിക്കണം. 3 trains in the system കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് അവിടെ 3 എന്ന് മാത്രം പറയാൻ കാരണം, അതായത് ഇത് ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ ആ പർട്ടിക്കുലർ റെയിൽവേ സ്റ്റേഷനിൽ അറ്റ് എ ടൈം 3 ട്രെയിൻസേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡ് ആണ്. 3 ട്രെയിൻസേ പറ്റുള്ളൂ. 2 എണ്ണത്തിന് അവിടെ യാർഡിൽ വെയിറ്റ് ചെയ്യാം, ഒരെണ്ണത്തിന് എന്ത് ചെയ്യാം, സിഗ്നൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അങ്ങനെ 3 ട്രെയിനിന് മാത്രമേ അവിടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറ്റ് എ ടൈം പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ n എന്ന് പറയുന്നത്, നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രെയിൻസ് ഇൻ ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പോ 3 ആയിരിക്കും. അതുപോലെ നമുക്ക് ഓൾറെഡി ഇവിടെ ലാംഡ എന്താണ്, മ്യൂ എന്താണ് എന്നുള്ളത് നമുക്ക് തന്നു കഴിഞ്ഞു. ലാംഡ എന്ന് പറയുന്നത് അറൈവൽ റേറ്റ് ആണ്. അറൈവൽ റേറ്റ് എന്ന് പറയുന്നത് ഒരു അവറിൽ 6 ട്രെയിൻ ആണ് ആ പർട്ടിക്കുലർ സ്റ്റേഷനിൽ ആവറേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ 6 per hour എന്ന് പറയുന്നത് എന്താണ്, അറൈവൽ റേറ്റ് ആണ്. അതുപോലെ എത്ര ട്രെയിനാണ് അവര് സർവീസ് കൊടുക്കുന്നത്, ഒരു അവറിൽ 12 ട്രെയിൻ അവര് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ സർവീസ് റേറ്റും നമുക്ക് 12 per hour ആണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അതുപോലെ n എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, 3 ട്രെയിൻസ് ആണ്. നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ദ സിസ്റ്റം, സിസ്റ്റത്തിന്റെ നമ്പർ, ആ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ 3 നമ്പേഴ്സ് ഓഫ് ട്രെയിൻസ് ആണ് ഉണ്ടാവുക. അപ്പോ 3 ട്രെയിൻസേ അവിടെ അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ n എന്ന് പറയുന്നത് അവിടെ 3 ആണ്. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്തൊക്കെ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം, സ്റ്റഡി സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് ഫോർ വേരിയസ് നമ്പർ ഓഫ് ട്രെയിൻസ് ഇൻ ദ സിസ്റ്റം. അപ്പോൾ സിസ്റ്റം ഐഡിൽ ആവാനുള്ള ചാൻസ്, ഒരു കസ്റ്റമർ പോലും ഇല്ലാതാവാനുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. ഒരു കസ്റ്റമർ, അതായത് ഒരു ട്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് എത്രയാന്നുള്ളത് കണ്ടുപിടിക്കണം. അടുത്തത് 2 ട്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് കണ്ടുപിടിക്കണം. 3 ട്രെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് കണ്ടുപിടിക്കണം. And also find the average waiting time of a new train coming into the yard. ഒരു പുതിയ ട്രെയിൻ നമ്മൾ യാർഡിലേക്ക് വരികയാണെങ്കിൽ ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ ആ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ എത്ര വെയിറ്റിംഗ് ടൈം എടുക്കും ആ പർട്ടിക്കുലർ ട്രെയിനിന് ലീവ് ചെയ്ത് പോവാൻ, സർവീസും കിട്ടി ലീവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എത്ര ടൈം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, അതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ 4 പ്രോബബിലിറ്റിയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. 4 കാര്യങ്ങൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ റോ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ലാംഡ എത്രയാന്ന് തന്നിട്ടുണ്ട്, അതുപോലെ മ്യൂ എത്രയാന്ന് തന്നിട്ടുണ്ട്. ലാംഡ എന്ന് പറയുന്നത് 6 per hour ആണ്, മ്യൂ എന്ന് പറയുന്നത് 12 per hour ആണ്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി റോ എത്രയാന്ന് കിട്ടിക്കഴിഞ്ഞു, 0.5 ആണ്. നെക്സ്റ്റ്, ദ മാക്സിമം ക്യൂ ലെങ്ത് ഓഫ് ദ സിസ്റ്റം, അതായത് ക്യൂല് എത്ര ട്രെയിൻ ആണ് വെയിറ്റ് ചെയ്യുന്നത്, യാർഡില് 2 ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ട്രെയിനോ ഓൾറെഡി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ടോട്ടൽ മാക്സിമം നമ്പർ ഓഫ് ട്രെയിൻസ് ഇൻ ദ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്.
അത് നമുക്ക് അപ്പൊ n is equal to 3 എന്നുള്ളതും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പ്രോബബിലിറ്റി നമ്മൾ ഈ സിസ്റ്റം ഐഡിയൽനെസ് അതായത് പി ഓഫ് 0 കാണാനാണ് നമ്മൾ പോകുന്നത്. പി ഓഫ് 0 is equal to ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം 1 മൈനസ് റോ ഡിവൈഡഡ് ബൈ 1 മൈനസ് റോ റേസ് ടു n പ്ലസ് 1. ഇവിടെ റോ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു 0.5 ആണ്. 1 മൈനസ് 0.5 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.5 റേസ് ടു 3 പ്ലസ് 1 ദാറ്റ് ഇസ് 0.53. ഇനി അടുത്തത് പ്രോബിലിറ്റി ദാറ്റ് ദർ ഇസ് വൺ ട്രെയിൻ ഇൻ ദ സിസ്റ്റം. ഒരു ട്രെയിന് ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിൽ ഉണ്ടാവാനുള്ള ചാൻസ് എത്രയാണ്? പി ഓഫ് 1 is equal to റോ റേസ് ടു 1 into P0. ദാറ്റ് ഇസ് റോ എന്ന് പറയുന്നത് 0.5 ആണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 0.5 റേസ് ടു 1 into 0.53. അപ്പൊ എത്ര കിട്ടും? 0.265 കിട്ടും. ഇനി അടുത്തത് പ്രോബിലിറ്റി ദാറ്റ് ദർ ഇസ് 2 trains in the system. P of 2 is equal to rho raised to 2 into P0. 0.5 raised to 2 into 0.53 that is 0.1325. Next, probability that there is 3 trains in the system. P of 3 is equal to rho raised to 3 into P0 that is 0.5 into 3, 5 raised to 3 into 0.53 that is 0.07. അപ്പോൾ അത്രയും നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. റോയും ഓൾറെഡി അറിയാം, നമുക്ക് P0യും ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ദ ആവറേജ് നമ്പർ ഓഫ് ട്രെയിൻസ് ഇൻ ദ സിസ്റ്റം ആണ്. അതായത് അത് നമുക്ക് കണ്ടുപിടിക്കാനില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒരു പുതിയൊരു ട്രെയിൻ വരുന്ന സമയത്ത് എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? എത്ര ട്രെയിൻസ് ആണ് ആവറേജ് ആയിട്ട് ആ പർട്ടിക്കുലർ സിസ്റ്റത്തിലേക്ക് വരുന്നത് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അതുപോലെ ആവറേജ് ആയിട്ട് എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു ആ പർട്ടിക്കുലർ സിസ്റ്റത്തില് ട്രെയിൻസിന് എത്ര ടൈം അവിടെ ആവറേജ് ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ആ രണ്ട് നമ്പറും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടി? പുതിയ ട്രെയിൻ എത്ര ടൈം അവിടെ വെയിറ്റ് ചെയ്യണം എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ലെങ്ത് ഓഫ് ദ സിസ്റ്റം ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. ലെങ്ത് ഓഫ് ദ സിസ്റ്റം ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു 1 മൈനസ് n പ്ലസ് 1 ഇൻറ്റു റോ റേസ് ടു n പ്ലസ് n ഇൻറ്റു റോ റേസ് ടു n പ്ലസ് 1. അപ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റോയിനെയൊക്കെ 0.5 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0.74 അല്ലെങ്കിൽ 0.7333 എന്ന് പറഞ്ഞിട്ട് ഒരു ആൻസർ കിട്ടും. നെക്സ്റ്റ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആവറേജ് വെയിറ്റിംഗ് ടൈം ഓഫ് എ ന്യൂ ട്രെയിൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു പുതിയ ട്രെയിൻ വരുന്ന സമയത്ത് ആവറേജ് ആയിട്ട് എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എത്ര സർവീസ് ടൈം ആവറേജ് ആയിട്ട് നോക്കുമ്പോൾ എത്ര സർവീസ് ടൈം ആണ് ഒരു ട്രെയിനിന് സർവീസ് കൊടുക്കാൻ എടുക്കുന്ന ടൈം എത്രയാണെന്നുള്ളതും കൂടെ നമുക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 12 ട്രെയിൻ ആണ് ഒരു അവറിൽ നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്ത് വിടുന്നത് അല്ലെ. ഒരു അവറിൽ 12 ട്രെയിൻസിന് സർവീസ് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒരു ട്രെയിനിന് എടുക്കുന്ന സർവീസ് ടൈം എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും. അപ്പോൾ 0.08 ആണെന്ന് കിട്ടി. ഇനി ആവറേജ് ആയിട്ട് എത്ര ട്രെയിൻസ് ആണ് അവിടെ നമ്മൾ ആ സിസ്റ്റത്തിൽ ഉണ്ടാവുക? 0.74 ആണ് അതിന്റെ പ്രോബബിലിറ്റി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ആ 0.74 ഇൻറ്റു 0.08 സർവീസ് ടൈം ആണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇസ് ഈക്വൽ ടു 0.592 hours. അതായത് 3.5 മിനിറ്റ്സ് എന്ത് ചെയ്യണം? ആ പർട്ടിക്കുലർ സിസ്റ്റത്തില് പുതിയ ട്രെയിൻ വരുമ്പോൾ എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യേണ്ടി വരും.